ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ HRMൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഏരിയയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോബ് അനാലിസിസ് ആയിരുന്നു. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ സമയത്ത് നമ്മൾ എന്താണെന്നുള്ളത് ആ ടേം ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അറിയുന്നുണ്ടാവും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ റിസൾട്ട്സ് ഓഫ് ജോബ് അനാലിസിസ് ആർ റിട്ടേൺ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് നോൺ ആസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ജോബ് അനാലിസിസ് ചെയ്ത സമയത്ത്, ജോബിനെ കുറിച്ചിട്ട് പഠിച്ച സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടെല്ലാം, നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഫർമേഷനൊക്കെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി വെക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ജോലിയെക്കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ എല്ലാ റിസൾട്ട്സും അല്ലെങ്കിൽ ഇൻഫർമേഷനും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈനിങ് ദി പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ജോബ്. ഒരു ജോബിൻ്റെ പർപ്പസും ആ ജോബ് എന്തിനു വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ആ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി കണ്ടൻസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഫസ്റ്റ് ജോബ് ലൊക്കേഷൻ. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ കറൻറ്റ് ജോബ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഇങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു ജോബാണ്. നെയിം ഓഫ് ദി ജോബ്, ഒരു അപ്രോപ്രിയേറ്റ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സമ്മറി ഓഫ് ജോബ്. ജോബിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവണം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആ ജോലി കൺസേൺഡ് ആയിട്ടുള്ള ആൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസാണ് ആ ജോലിയിൽ അടങ്ങിയിരിക്കുന്നത്, ഈ കാര്യങ്ങൾ എഴുതണം. ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ. എത്രത്തോളം ആ ജോലിക്ക് സൂപ്പർവിഷൻ ആവശ്യമുണ്ട്, അതായത് ഒരു സൂപ്പർവൈസർ അപ്പോയിൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള സൂപ്പർവിഷനാണ്, എത്ര ഡിഗ്രി സൂപ്പർവിഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഡീറ്റെയിൽസ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്. ഇനി ആ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ്, മെഷീനറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. റിലേഷൻ വിത്ത് അതർ ജോബ്സ്. മറ്റ് ജോലികൾ തമ്മിൽ ഈ ഒരു ജോലിക്ക് എന്താണ് ബന്ധം, മറ്റ് പൊസിഷനിലുള്ള ജോലീസ് ഉണ്ടാവും, അപ്പോൾ അത് തമ്മിലേക്ക് ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓവറോൾ പർപ്പസ് ഓഫ് ദി ജോബ്. ഈ ജോബിൻ്റെ പർപ്പസിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഈ ജോലിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്, ഈ ജോലി കൊണ്ടുള്ള ഒരു ആവശ്യകത എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഓഫ് ജോബ്, മെൻ്റൽ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ജോലി ചെയ്യാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എത്ര എക്സ്പീരിയൻസ് വേണം, ഈ കാര്യങ്ങളൊക്കെ. ഫിസിക്കൽ കണ്ടീഷൻസ്, ചെയ്യാൻ ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്ലേസും അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത്. ഇത്രയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ഇനി ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. ദ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട്, ജോബ് അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ട് ജോബ് സ്പെസിഫിക്കേഷന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദി മാക്സിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് സാറ്റിസ്ഫാക്ടറിലി. അതായത് ജോബ് സ്പെസിഫിക്കേഷൻ എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ഒരു ജോലി ചെയ്യാൻ അയാൾക്ക് എത്രത്തോളം ക്വാളിറ്റീസ് വേണം എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, എന്തൊക്കെ ക്വാളിറ്റിയാണ് ചെയ്യാൻ അവർക്ക് വേണ്ടത്, മാക്സിമം അല്ല കേട്ടോ, മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ആണെന്നുള്ളത്. അപ്പം ഒരു ജോലി ചെയ്യാൻ മിനിമം എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നുള്ളത് നമ്മൾ ആ ജോബ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് പ്രോപ്പർലി. ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മിനിമം ഹ്യൂമൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്ത് അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. ഈ ജോബ് സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെയാണ് വേണമെന്നുള്ളതാണ്, അതിൻ്റെ കണ്ടൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്.
ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഹൈറ്റ്, വെയ്റ്റ്, സൈറ്റ്, ഹെൽത്ത്. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാൻ ആവശ്യമുള്ള ആളുടെ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്, എത്ര ഹൈറ്റ് ഉള്ള ആൾ വേണം, വെയിറ്റ് ഉള്ള ആൾ വേണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ കാണിക്കേണ്ടത്. അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, ഐസൈറ്റ്, ചില ജോബിനൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഐ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ചിലതിന് വേണ്ടിയിട്ട് നല്ല ഹാൻഡ് ആയിരിക്കും വേണ്ടത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ് വേണ്ടി വരും, ചിലതിന് ലെഗ് വേണ്ടി വരും. ഈ രീതിയിൽ ഏതാണ് ആ പോയിൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ചിലതിനൊന്നും ആ ബോഡി പാർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ആ രീതിയിലൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കാണിക്കേണ്ടത്. ദെൻ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സാണ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി. ഇനി ആ ജോലി ചെയ്യാൻ മെൻ്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി എന്തൊക്കെ എബിലിറ്റീസ്, സ്കില്ല് വേണം എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള എബിലിറ്റി വേണോ, അതുപോലെ മെൻ്റൽ എബിലിറ്റീസ് എത്രത്തോളം വേണം, ഈ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. ദെൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അയാളുടെ ബിഹേവിയർ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ അയാൾക്ക് എത്രത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. അതായത് ആ ജോലി ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഈ ഓരോ കാറ്റഗറിയിലും എന്തൊക്കെ രീതിയിലുള്ള ക്വാളിറ്റീസ് അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദെൻ റെസ്പോൺസിബിലിറ്റി, അതിനെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്യണം. എന്തൊക്കെ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസാണ് ആ ജോലി ചെയ്യുന്ന ആൾ ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുക എന്നുള്ളതാണ്. ദെൻ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, ഈ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ഒരാൾക്ക് ഏറ്റവും മിനിമം ആവശ്യമുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ നിന്ന് ഏത് കാറ്റഗറിയിലും ആവാം അയാൾക്ക് ആവശ്യമുള്ള ആ ഒരു ക്വാളിറ്റി. എല്ലാ കാറ്റഗറിയിലും ചിലപ്പോൾ ഓരോ പോയിൻ്റ് വീതം അയാൾക്ക് ആവശ്യമുണ്ടായിരിക്കാം. അതെന്താണെന്നുള്ളത് ഓരോ പെർട്ടിക്കുലർ ജോബിനും സ്പെസിഫൈ ചെയ്യണം. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ കേട്ടോ. നെക്സ്റ്റ് ജോബ് ഡിസൈൻ ആണ്. ജോബ് ഡിസൈൻ എന്താണെന്ന് നോക്കാം. The main objective of job design is to integrate the needs of the individual and the requirements of the organization. ജോബ് ഡിസൈനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആളുകളുടെ നീഡും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ നീഡും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ നീഡും ഫുൾഫിൽ ചെയ്യണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നീഡ് ഉണ്ടോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് അത് രണ്ടും കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. Job design involves conscious efforts to organize tasks, duties and responsibilities into unit work to achieve certain objectives. ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോബ് ഡിസൈനിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, സ്ഥിരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെ ആ ഡ്യൂട്ടീസും ടാസ്കുകളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്കും അതുപോലെ തന്നെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്ത് ഒരു യൂണിറ്റിയിൽ ഇവരെന്ത് ചെയ്യും, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ജോബ് ഡിസൈനിൽ വരുന്ന ഒരു ടാസ്ക്കാണത്. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ആണ്. ജോബ് ഡിസൈനിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ, ജോബ് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ഇൻഡിവിജ്വലിൻ്റെയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെയും നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജോബ്സിനെ ഡിസൈൻ ചെയ്യുകയാണ്. ഇനി അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തത്. ഫസ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ ആണ്. It simply means the shifting of an employee from one job to another without any change in the nature of the job. Under this method, an employee can learn different types of work. Okay? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ജോബ് റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലേ. ഒരാളെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കറങ്ങുക എന്നാണ് മീൻസ്. അപ്പം സെയിം നേച്ചർ ഓഫ് ജോബിൽ തന്നെ ഒരേപോലെയുള്ള ജോബിൻ്റെ നേച്ചറിൽ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്, ഒരു മാസം കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക്, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സെയിം നേച്ചർ തന്നെ ആയിരിക്കും, പക്ഷേ അവിടെ ഉണ്ടാകുന്ന വർക്ക്സിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ജോബ് സിംപ്ലിഫിക്കേഷൻ. A given job is broken down in small subparts and each part is assigned to each individual.
ഇനി വേറൊരു ജോബ് ഡിസൈൻ മെത്തേഡ് എന്ന് പറഞ്ഞത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ്, ഒരാളൊരു ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്കത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വർക്കൊക്കെ കുറച്ചുകൊണ്ട് ആ വർക്കിനെ ടോട്ടലി കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് മറ്റ് ഇൻഡിവിജ്വൽസിന് വിതരണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം അയാൾ 10 ടാസ്ക് ചെയ്യാറുണ്ടായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് ഓരോ ടാസ്ക് വേറെ ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ അയാൾക്ക് എന്തായി, 10 ചെയ്യുന്ന ആൾക്ക് ഒരു ടാസ്ക് മാത്രം ചെയ്താൽ മതി. ഈ രീതിയിൽ വലിയ ജോലിനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്മോൾ പാർട്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. പേരിലുള്ള പോലെ തന്നെ ജോബിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്, ചെറുതാക്കുകയാണ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ജോബിൽ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണ്, അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഈ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ. ദെൻ ജോബ് എൻലാർജ്മെൻ്റ് ആണ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. ഇറ്റ് മീൻസ് മോർ ടാസ്ക്സ് ഓർ ഡ്യൂട്ടീസ് ആർ ആഡഡ് ഇൻ എ ജോബ് ഫോർ വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ദി ജോബ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ജോബ് സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ജോബിനെ സിമ്പിളാക്കുകയാണ്, ചെറുതാക്കുകയാണ്, ഉള്ള പണി കുറച്ച് കൊടുക്കുകയാണ്. അതേസമയം ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതിലേക്ക് മോർ ടാസ്കുകളും ഡ്യൂട്ടീസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ ടാസ്കും ഡ്യൂട്ടീസും ആഡ് ചെയ്തിട്ട് ആ ഒരു ജോബിൻ്റെ സ്കോപ്പ് വൈഡൻ ചെയ്യാണ്. ചിലർ ഈ വർക്കോളിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ജോലി എടുക്കാനായിരിക്കും. അവർക്ക് ജോലി കുറച്ച് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എക്സിസ്റ്റിംഗ് ടാസ്കിൻ്റെ കൂടെ കൂടുതൽ ടാസ്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ജോബ് എൻലാർജ്മെൻറ്റ് കേട്ടോ. ഇനി ജോബ് എൻറിച്ച്മെൻ്റ് ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ് ദി വർക്ക് ഗ്രേറ്റർ ഫ്രീഡം ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹിസ് പെർഫോമൻസ് വിത്ത് ലെസ് സൂപ്പർവിഷൻ. ജോബ് എൻറിച്ച്മെൻറ്റ്, എൻലാർജ്മെൻറ്റ് പറഞ്ഞാൽ വലുതാക്കുക എന്ന് പറഞ്ഞു. ജോബ് എൻറിച്ച്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് അയാൾക്കൊരു ബെറ്റർ പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയാം. അതായത് ഇപ്പോൾ അയാൾ ഒരു ലോവർ ലെവൽ എംപ്ലോയി ആണ്, പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു മിഡിൽ ലെവൽ എംപ്ലോയിയിലേക്ക് കയറ്റം കൊടുക്കുക. ആ രീതിയിൽ അയാളുടെ പൊസിഷനൊന്ന് എൻലാർജ് ചെയ്യുക. എന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുള്ളൂ അല്ലേ. പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനുള്ള ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോഴത്തെ അയാളുടെ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഫ്രീഡം അയാൾക്ക് കിട്ടുകയാണ് അയാളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജോബ് ഡിസൈൻ പറയുന്നത്. ഇനി ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് പറയുന്നുണ്ട്. അതിന് നമുക്ക് ഓക്കെ, ജോബ് എൻലാർജ്മെൻറ്റ് പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ സ്കോപ്പ് ഓഫ് ജോബ്. ഒരു ജോബിനെ ഇൻക്രീസ് ചെയ്യുന്ന, വലുതാക്കുന്ന അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള ടാസ്കുകൾ ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഫ്രീഡം ടു പെർഫോം ആണ് എൻറിച്ച്മെൻറ്റ്. എൻറിച്ച്മെൻറ്റ് പറഞ്ഞ പോലെ നേരത്തെയുള്ള അയാളുടെ ഫ്രീഡത്തിനേക്കാളും കുറച്ചും കൂടെ ഫ്രീഡം അയാൾക്ക് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അയാളുടെ പൊസിഷൻ കൂടുമ്പോൾ അയാളുടെ ഫ്രീഡം ഇൻക്രീസ് ചെയ്ത് വരികയാണ്. എംപ്ലോയീസ് ആർ ഗിവൺ മോർ വർക്ക്. ഇവിടെ കൂടുതൽ വർക്കാണ് കൊടുക്കുന്നത്. എംപ്ലോയീസ് ഗെറ്റ് ഗ്രേറ്റർ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതേസമയം എൻറിച്ച്മെൻറ്റിൽ അയാൾക്ക് കൂടുതൽ ഫ്രീഡവും റെസ്പോൺസിബിലിറ്റിയും പവറൊക്കെയാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. യൂഷ്വലി എംപ്ലോയീസിന് ഇത് ഇഷ്ടം ഉണ്ടാവില്ല, അയാൾ അത് തടയാണ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യും. കാരണം വർക്ക് കൂടുക, വർക്ക് ലോഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു കോമൺ ആളുകൾക്ക് എന്താണ്, മടിയായിരിക്കും ഉണ്ടാവുക. വർക്കോളിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്കേ അത് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇറ്റ് മെ നോട്ട് ബി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. അതേസമയം അയാൾക്ക് ഫ്രീഡവും അതുപോലെ തന്നെ ആ ഒരു പൊസിഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ അതെന്ത് ചെയ്യില്ല, റെസിസ്റ്റ് ചെയ്യില്ല, പകരം ആക്സെപ്റ്റ് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇറ്റ് ഡസ് നോട്ട് ആഡ് സ്റ്റാറ്റസ് ടു വൺസ് ജോബ്. ഒരാളുടെ സ്റ്റാറ്റസിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അയാൾ എന്ത് പൊസിഷനിലാണോ ഉള്ളത് ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും എൻലാർജ്മെൻറ്റിൽ. അതിൽ തന്നെ കൂടുതൽ ടാസ്ക് കിട്ടുന്നു എന്നുണ്ടാവുള്ളൂ. അതേസമയം ജോബ് എൻറിച്ച്മെൻ്റ് ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുകയാണ്, അയാളുടെ പൊസിഷൻ എൻറിച്ച് ആവുകയാണ്, അത് അയാളുടെ സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജോബ് എൻറിച്ച്മെൻറ്റും എൻലാർജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ഓരോ പോയിൻറ്റ്സും ഓരോന്നും കൂടെ നോക്കാം. അതായത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫ്രീഡം കൂടുതലായിട്ട് കൊടുക്കുകയാണ്. അയാൾക്ക് അയാളുടെ കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും അതുപോലെ അയാൾക്കുള്ള സൂപ്പർവിഷനൊക്കെ പിന്നീട് കുറവായിരിക്കും. അതായത് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് അയാളെ മാറ്റുകയാണ്, ഒരു ഹയർ ലെവലിലേക്ക് അയാൾ എത്തിക്കുകയാണ്. അതേസമയം ജോബ് എൻലാർജ്മെൻറ്റ് ഓൾറെഡി ഉള്ള അയാളുടെ ജോബിലേക്ക് വർക്ക് ലോഡ് കൂട്ടുകയാണ്. അതാണ് ജോബ് എൻലാർജ്മെൻറ്റ്. ദെൻ ജോബ് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞു.
ഉള്ള ജോബിനെ വെട്ടിക്കുറച്ച് ചെറുതാക്കുക, കുറച്ച് കൊടുക്കുന്നതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ. ദെൻ ജോബ് റൊട്ടേഷൻ ഉണ്ട്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ രീതിയിലൊക്കെ ജോബിനെ ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ നീഡും ഓർഗനൈസേഷൻ്റെ നീഡും കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ജോബ് ഡിസൈനും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ.